മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ബൂത്തിൽ കള്ളവോട്ട് നടന്നുവെന്ന് പരാതി. നബീസ് അബൂബക്കർ എന്നയാളുടെ വോട്ടാണ് മറ്റൊരാൾ മാറി ചെയ്തത്. 168 നമ്പർ ബൂത്തിൽ ഇവർ വോട്ട് ചെയ്യാൻ 5 മണിയോടെ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ഹാഷ്മി, ഈ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം ആർക്കും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല, കള്ളവോട്ട് ചെയ്തു പോയി എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഉറപ്പായും രാവിലെ മുതൽ തന്നെ ഈ പോളിംഗ് ശതമാനം വല്ലാതെ കുറഞ്ഞെങ്കിലും പോളിംഗ് ബൂത്തുകൾ ഏതാണ്ട് ശുഷ്കമായിരുന്നെങ്കിലും സമാധാനപൂർവ്വവും ശാന്തവുമായി കടന്നു പോവുകയായിരുന്നു തെരഞ്ഞെടുപ്പ്. പക്ഷേ അങ്ങനെ കാര്യമായ അസ്വാസ്ഥ്യങ്ങളോ കാര്യമായ കള്ളവോട്ട് ആരോപണങ്ങളോ EVM കുറിച്ചുള്ള കാര്യമായ വലിയ പരാതികളോ ഒന്നും കേട്ടില്ല വയനാട് ലോക്സഭ മണ്ഡലത്തിൽ. പക്ഷേ വൈകുന്നേരമായപ്പോഴാണ് നേരത്തെ SKN പറഞ്ഞ ഈ പറഞ്ഞ പരാതി ഉണ്ടാകുന്നത്. മേപ്പാടി മുണ്ടക്കൈ ദുരന്തബാധിതർക്കുള്ള ബൂത്തിലാണ് ആ കള്ളവോട്ട് രേഖപ്പെടുത്തപ്പെട്ടത്. നബീസ അബൂബക്കർ എന്നയാൾ വോട്ട് ചെയ്യാനെത്തി. 168 നമ്പർ ബൂത്തിലാണ് അവർ വോട്ട് ചെയ്യാനെത്തി. 5 മണിയോടെയാണ് അവർ വോട്ട് ചെയ്യാനെത്തിയത്. അവർ വോട്ട് ചെയ്യാനെത്തിയപ്പോഴേക്കും അവരുടെ വോട്ട് മറ്റാരോ ചെയ്ത് മടങ്ങി എന്ന കാര്യം അറിഞ്ഞു. 198 ക്രമനമ്പർ വോട്ടാണ് മറ്റൊരാൾ, ഇപ്പോൾ നബീസ അബൂബക്കറിന്റെ വോട്ടാണ് മറ്റൊരാൾ ചെയ്ത് മടങ്ങിയത്. അതാരാണ് എന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. വെബ്കാസ്റ്റിംഗ് പരിശോധന തുടങ്ങി നാളെയോടുകൂടി പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ടി സിദ്ദിഖിനോട് ചോദ്യം വാർത്താ സമ്മേളനത്തിലുണ്ടായി. ടി സിദ്ദിഖ് പറഞ്ഞത് അതൊക്കെ പരിശോധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. SKN യഥാർത്ഥത്തിൽ ഈ പറയുന്ന കള്ളവോട്ടൊന്നുമല്ല മുന്നണികളെ ഇവിടെ അസ്വസ്ഥപ്പെടുത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം 3 മുന്നണികളെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു. സത്യൻമോഹരിയുടെ വാർത്താ സമ്മേളനം നമ്മൾ പോയിരുന്നു. SK സത്യൻമോഹരി പറയുന്നത് ഇത് UDF 100% തിരിച്ചടി, LDF 100% വോട്ട് അവരുടെ ആ പെട്ടിയിലേക്ക് വീണിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നവർ പറയുമ്പോൾ പോലും LDF UDF NDA ക്യാമ്പിനും ഒരുപോലെ അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നതിന് കാരണം ഈ പറഞ്ഞ 5 ലക്ഷം ഭൂരിപക്ഷം എന്നുള്ളത് എത്ര ഭൂരിപക്ഷം എന്നറിയാതെ അങ്കലാപ്പിൽ നിൽക്കുന്നു UDF ക്യാമ്പ്. ഇനി സത്യൻമോഹരി ആവട്ടെ 2014 നേടിയ വലിയ 3 ലക്ഷം വോട്ട് എന്നുള്ള LDF ദ ബെസ്റ്റ് അതിലേക്ക് എത്താൻ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്തുമെന്ന് അവരുടെ അവകാശവാദത്തിന് ഒരു കരുനീഴിലാണ് പോളിംഗ് ശതമാനം കുറയുന്നത്. K സുരേന്ദ്രൻ നേടിയ 1 ലക്ഷത്തി ചില്ലുവാനം വോട്ട് എന്ന് പറയുന്ന അവരുടെ വയനാട്ടിലെ 13% വോട്ടെന്ന ഏറ്റവും റെക്കോർഡ് പോളിംഗ് ശതമാനത്തിന് മുകളിലേക്ക് കൂടി പോകും എന്ന ആത്മവിശ്വാസത്തിന് മേൽക്കുന്ന കാലത്ത് തിരിച്ചടിയാണ് പോളിംഗ് ശതമാനക്കുറവ്. ഈ സമയം മുതൽ നാളെ മുതൽ ഈ പോളിംഗ് ശതമാനം ഇത്രത്തോളം വല്ലാതെ കുറഞ്ഞതിൽ പാർട്ടികൾ, മുന്നണികൾ, സ്ഥാനാർത്ഥികൾ വലിയ പരിശോധനയ്ക്ക് തുടക്കമിട്ട് തുടങ്ങിയ മണിക്കൂറുകളാണ് SKN ഇത്. ഓക്കെ, താങ്ക് യു ഹാഷ്മി താജ് ഇബ്രാഹിം.